ഹലോ. ഇന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് കപ്പ വേവിച്ചതും മത്തിക്കറിയാണ്. നല്ല കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ ഞാൻ വേഗം കപ്പ വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. അതിൽ മണ്ണൊക്കെ ഉണ്ടാവും. നല്ലോണം കഴുകി വൃത്തിയാക്കി കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മത്തിക്കറിക്ക് വേണ്ട എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇതാ കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തി പല വിധത്തിൽ നമുക്ക് വെക്കാം അല്ലേ മത്തിക്കറി. ഇതാ കുടംപുളി ഇട്ടാണ് ഞങ്ങൾ വെക്കുന്നത്. കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. മൺചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഗ്യാസ് ഓണാക്കാം കേട്ടോ. ചൂടാക്കി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. മീൻകറി പല തരത്തിലും വെക്കാം അല്ലേ. ഞാൻ ഇപ്പോൾ പൊടി ഇട്ടിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടാണ് വെക്കണം കേട്ടോ. മത്തി മുളക് ഇട്ടത് പറയില്ലേ, അതുപോലെ തേങ്ങ അരച്ച് വയ്ക്കാം, ഉള്ളി മുളക് അരച്ച് വയ്ക്കാം. മത്തി പല തരത്തിലും വയ്ക്കാം. അപ്പോൾ ഞാൻ ഇന്ന് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടാണ് വെക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇട്ടു. ഉലുവ പൊട്ടിയപ്പോൾ ചെറിയ ഉള്ളി ഇട്ടു. പിന്നെ മുളക്, പച്ചമുളക്, ചെറിയൊരു പച്ചമുളക് കേട്ടോ. കുറച്ച് മൂപ്പ് കമ്മിയുള്ള പച്ചമുളകാണ് എടുത്തത്. എന്താ വെച്ചാൽ മുളക് പൊടി ഇടുമ്പോൾ എരിവ് അധികമാവും. അത് അധികമാവാണ്ടിരിക്കാൻ ചെറിയൊരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഇനി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1-2 പച്ചമുളക് ചേർക്കാം കേട്ടോ. അതൊക്കെ എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്താ വെച്ചാൽ തേങ്ങ അരയ്ക്കാത്ത കറിയാവുകൊണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇടുമ്പോൾ കുറച്ച് എരിവ് അധികമാവും. ഇപ്പോൾ ഉള്ളി വഴണ്ടി കിട്ടാനുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഒന്ന് ചെറുതായി വാടിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടെടുത്തു. അത് ഒന്ന് വാടട്ടെ. സിമ്മ് കുറച്ച് വെക്കണം കേട്ടോ. പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. മൺചട്ടി ആവുകൊണ്ട് വേഗം അടി പിടിക്കും. കുറച്ച് കറിവേപ്പില ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻകറി റെഡി ആയതിന് ശേഷം കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടി എനിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുടംപുളി 2-3 ചെറിയ കഷ്ണം വെള്ളത്തിലിട്ടുണ്ട്. അതുകൊണ്ട് പുളി അധികം ആവാണ്ടിരിക്കാൻ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ മറ്റേ പുളി പോലെ നമുക്ക് കുടംപുളി അതിലിട്ട് കഴിഞ്ഞിട്ട് പുളി പാകത്തിന് അയച്ചാൽ അതിന് കുടംപുളിയുടെ കഷ്ണം എടുത്ത് വെക്കണം കേട്ടോ. കറിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറിയിൽ തന്നെ ഇട്ട് വെച്ചാൽ പിന്നെ പുളി അതിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഭയങ്കര കടുത്ത പുളിയായിരിക്കും കറി. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള പുളി ആയിക്കഴിഞ്ഞാൽ കുടംപുളി അതിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴണ്ട് കിട്ടി. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്യാസിന് സിമ്മ് കുറച്ച് വെക്കണം കേട്ടോ. ഇനി അടുപ്പത്താണ് വെക്കുന്നത് വെച്ചാൽ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് വേണം ഈ പൊടികൾ ഇടാനായിട്ട്. എന്താ വെച്ചാൽ മൺചട്ടി ആവുകൊണ്ട് പെട്ടെന്ന് ചൂട് പിടിക്കും, വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ കളറും കിട്ടും, എരിവും കമ്മിയാവും. അതിന് വേണ്ടി കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കണത്. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി അധികമായി കഴിഞ്ഞാൽ മഞ്ഞൾ ചൊയ്ക്കും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തുള്ളൂ. എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ പാർന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും പെട്ടെന്ന്. നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായില്ലേ, അതിലത്തെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ എന്താ പ്രശ്നം വെച്ചാൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ല മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. അത് കട്ടയൊക്കെ ഉടഞ്ഞ് ശരിയായിച്ചാൽ ബാക്കിയുള്ള വെള്ളം കുടംപുളിയുടെ കഷ്ണം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒന്നും പുളി ഇറങ്ങിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പുളി ഇല്ലാത്ത പോലെ തോന്നും കറി. പക്ഷേ നല്ല തിളച്ച് കഴിയുമ്പോഴാണ് അതിൽ നിന്ന് പുളി ഇറങ്ങുക. അപ്പോൾ നമ്മൾ പുളി ഇല്ല വിചാരിച്ചിട്ട് കുറച്ച് പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പുളി ഭയങ്കര അധികമാവും. അതാണ് ഞാൻ പറഞ്ഞത്, കുടംപുളി ഇടുന്നവർ നല്ലോണം ശ്രദ്ധിക്കണം. നേരെ മറിച്ച് വാളംപുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്ന പുളി മാത്രമേ അതിലുണ്ടായിരിക്കുള്ളൂ. പിന്നെ പുളി കൂടുകയൊന്നും ചെയ്യില്ല. കുടംപുളിക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ പുളിയുടെ കഷ്ണം അതിൽ കിടക്കുന്നിടത്തോളം വെന്ത് കഴിയുമ്പോൾ പുളി അതിൽ ഇറങ്ങും. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ കുടംപുളിയുടെ വെള്ളം മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കൂടാണ്ട് കുറച്ച് വെള്ളം കൂടി അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നല്ലോണം ഇനി അടച്ച് വെച്ച് നല്ലോണം തിളയ്ക്കുമ്പോൾ കുറുകി വരുമ്പോൾ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി അധികം ഒഴിച്ചു കൊടുത്താൽ നല്ല തിളച്ച് കിട്ടുമ്പോൾ കറി നല്ല കുറുകി റെഡിയായിട്ട് വരും.
പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് അടച്ച് വയ്ക്കുക. നല്ലോണം ഇതാ തിളച്ചു. കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കറി നല്ല ഒന്ന് കുറുകിയതിൻ്റെ ശേഷം മീനിട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ കുറച്ച് മീനാണ് കറിക്ക് എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തിക്ക് അധികം വേവില്ല, അപ്പോൾ അടച്ച് വെച്ച് ഒന്ന് തിളച്ചാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ മത്തിയിട്ട് മീനിട്ട് കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് ഇളക്കുക ചെയ്യുള്ളൂ. നമ്മൾ മെല്ലെ ശക്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചട്ടി അടച്ച് വയ്ക്കുക. കറി മീനൊക്കെ ഒരുവിധം വെന്ത് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി കറി വാങ്ങാനാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു, കറി റെഡിയായി. ഇനി 2-3 തണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ അല്ലേ, അത് 1 സ്പൂണോ 2 സ്പൂണോ അതിലൊഴിക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയണം കേട്ടോ. മീൻ കറി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ മീനിലേക്ക് പിടിച്ച് സെറ്റായി കിട്ടാൻ 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. എന്നാലേ തന്നെ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അടച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് സെറ്റാവും. നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അത് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പറയുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. മീൻകറി റെഡിയായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് കപ്പ വേവിക്കാം. കഴുകി വൃത്തിയാക്കി കപ്പ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും. മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി താല്പര്യമില്ല എന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇടണ നിർബന്ധമില്ല. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ കളറും മാറും, ടേസ്റ്റും മാറും. മഞ്ഞൾപ്പൊടി ഇട്ടില്ലാണ്ടെങ്കിൽ വെള്ള കളറിലിരിക്കും, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നല്ലൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വയ്ക്കുക. 1, 2, 3 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിടാം. നമ്മൾ ഉപ്പേരി പോലെയാണ് വറുത്തിട്ടിട്ട് ഉപ്പേരി പോലെയാണ് കഴിക്കുന്നത് വെച്ചാൽ 2 വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ടാൽ മതി. ഞാൻ നല്ല കപ്പ കുത്തി ഉടച്ചിട്ട് നല്ല ഉടച്ച കപ്പയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് 2 വിസിൽ വന്നാൽ സിമ്മാക്കി വെച്ചിട്ട് പിന്നെ 1 വിസിലും കൂടി നിറച്ച് ഓഫ് ചെയ്തിടുക ചെയ്യാം. അപ്പോഴേക്കും ആ ഇതൊക്കെ പോയി കഴിഞ്ഞ് തുറക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കപ്പ നല്ല വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം അധികം ഉണ്ട് കേട്ടോ, തുള്ളി വെള്ളം അധികം ഉണ്ട്. നമുക്ക് ഊറ്റിക്കളയാം. ഊറ്റിക്കളഞ്ഞ് നല്ലോണം കയ്യിലായിട്ട് നല്ലോണം കുത്തി ഉടയ്ക്കണം. പിന്നെ കപ്പയ്ക്ക് വറുത്തിടുന്ന കുറച്ച് ചെറിയ ഉള്ളിയും 1 മുളകും പച്ചമുളകും കൂടി വറുത്തിടാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ മത്തിക്കറി ഉണ്ടാവുകൊണ്ട് 2ഉം കൂടി കൂടുതൽ മുളക് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ട് ഞാൻ 1 മുളകേ എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. ഇനി ചെറിയ ഉള്ളി കേട്ടോ വറുത്തിടാൻ വേണ്ടി ഇരിക്കുന്നത്. ചെറിയ ഉള്ളിക്കാണ് ഭയങ്കര ടേസ്റ്റ്. ചെറിയ ഉള്ളിയും മുളകും കൂടിയും വറുത്തിടാൻ വേണ്ടി ഇട്ടു. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. വല്ലാണ്ട് മൂത്ത് ബ്രൗൺ കളർ ആവണമെന്നില്ല, ഒരു പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. എടുത്തിട്ട് കപ്പയിലേക്ക് കൊട്ടാം. നിങ്ങൾ കഴിച്ചിട്ടില്ലേ കപ്പയും മത്തിക്കറിയും? നല്ല ടേസ്റ്റ് അല്ലേ? നല്ലൊരു കോമ്പിനേഷനാണ് കപ്പയും മത്തിക്കറിയും. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കപ്പയിലേക്ക് കൊട്ടി ഒന്നും കൂടി നല്ല ഇളക്കി സെറ്റാക്കി എടുക്കാം. ഇന്നത്തെ സ്പെഷ്യൽ എങ്ങനെയുണ്ട്? കപ്പയും മത്തിക്കറിയും മത്തി വറുത്തതും. വേണമെങ്കിൽ ഇതിലേക്കൊരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് സ്പെഷ്യൽ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ?
ഇതാ പ്ലേറ്റിലേക്ക് വിളമ്പാണ് കപ്പ, മത്തിക്കറി, മത്തി വറുത്തത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്